കാരണം ഒന്നിലധികം രീതിയിൽ നമുക്ക് പൊട്ടാസ്യം ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിലും പലതും പല രീതി നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ളതല്ല. അപ്പൊ ഈ രീതി വളരെ സിമ്പിൾ ആണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ മേൽമണ്ണ് നമുക്ക് ചാരായിട്ട് നല്ലൊന്നും മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. കാരണം ഈ സമയത്ത് ഇപ്പൊ തണുപ്പ് കാലത്തും കൂടുതലായിട്ട് വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ആഴ്ച 4 ആഴ്ച ഒക്കെ കൂടുന്ന ടൈമിൽ മാത്രം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഈർപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി നല്ല ടേസ്റ്റോടു കൂടി കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ജൈവ രൂപത്തിൽ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളം കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മറ്റുള്ള മൂലങ്ങൾ കൊടുക്കുന്ന പോലെയല്ല, അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അധികം ആൾക്കാർ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ ചാരാണ്. അപ്പോൾ ഈ ചാരം നമുക്ക് ചെടികൾക്ക് ചിലപ്പോൾ ചുവട്ടിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ ചാരം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കമ്പോസ്റ്റ് ചെയ്യാമെന്ന് പലരും എന്നോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പാണ് ചെയ്തത്. അപ്പോൾ പലരും ചോദിക്കുമ്പോൾ ഞാൻ ഈ ചാനലിൽ വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ തേടിപ്പോയി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചാരം എങ്ങനെയാണ് ഈസി ആയിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അന്ന് ചെയ്ത അതേ രീതിയല്ല, ഞാൻ വേറൊരു രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നത് വെച്ചാൽ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ടേസ്റ്റോട് കൂടി അതിൻ്റെ രുചിയോട് കൂടിയിട്ട് നമുക്ക് കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ പലരും നേരിടുന്ന ഒരു വിഷയമാണ്, നമുക്ക് ജൈവ രൂപത്തിൽ കൊടുക്കാനും മാർഗ്ഗമില്ല എന്നുള്ളത്. കാരണം ഒന്നിലധികം രീതിയിൽ നമുക്ക് പൊട്ടാസ്യം ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിലും പലതും പല രീതി നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ളതല്ല. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ഫലപ്രദം എന്ന് പറയുമ്പോൾ നമുക്ക് ചാരമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാരം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയുന്നതാണ്, ചാരം എല്ലാ ചെടികൾക്കും ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അത് പണി കിട്ടുന്നതാണ്. അപ്പോൾ ചാരം നമ്മൾ എന്താണ്, വിറക് കത്തിച്ചിട്ടുള്ള ചാരം ആണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പോഷക ഗുണങ്ങൾ ഉണ്ടാവുക. കാരണം അതിലാണ് നമ്മളെ നൈട്രജനും ഫോസ്ഫറസും ചെറിയ തോതിലും, അതേപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യം നല്ല രീതിയിലും അടങ്ങിയിട്ടുണ്ട്, അതേപോലെ കാൽസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, മറ്റു സൂക്ഷ്മ മൂലകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓല കത്തിച്ചിട്ടുള്ള ചാരമൊക്കെയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിലെന്താ വെച്ചാൽ നമ്മൾ മറ്റിപ്പോൾ ഈ വിറക് കത്തിച്ച ചാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പോഷകങ്ങൾ നൈട്രജനും ഫോസ്ഫറസും ചെറിയ തോതിലും, അതേപോലെ പൊട്ടാസ്യം നല്ല തോതിലും, കാൽസ്യം നല്ല രീതിയിലും, അതേപോലെ സൂക്ഷ്മ മൂലകങ്ങളൊക്കെ. അപ്പോൾ ഇത്രക്കും നമ്മളെ സൂക്ഷ്മ മൂലകങ്ങളും സെക്കൻഡറി മൂലങ്ങളൊന്നും ഇത്രയ്ക്ക് ഉണ്ടാവില്ല. കാരണം വിറക് കത്തിച്ചാൽ നമുക്ക് മഗ്നീഷ്യം സൾഫറും ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓല കത്തിച്ചത്, അതേപോലെ നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ടുള്ള ചാരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ നമ്മൾ സൂക്ഷ്മ മൂലങ്ങളൊക്കെ അളവ് നല്ല രീതിയിൽ തന്നെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വിറക് കത്തിച്ച ചാരം എടുക്കുന്നതാണ് നല്ലത്. അതിൽ നിന്നാണ് ഈ പോഷകങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ കൂടുതലായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, നമ്മൾ ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോൾ എടുക്കാന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ചാരഞ്ഞപ്പോൾ ചിലവർ ഡയറക്റ്റായിട്ട് ചെടീൻ്റെ ചോട്ടിലിട്ട് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ട്, അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. കാരണം നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ചാരം എന്ന് പറഞ്ഞാൽ അതാ ദിവസം ഇപ്പോൾ ചാക്കിലാണ് ചാരാക്കൽ എന്നുണ്ടെങ്കിൽ ചാക്കിൻ്റെ മേലെ അതാ ദിവസത്തെ കൊണ്ടുപോയിട്ട് കോരിയിടലാണ് ചെയ്യുക. അപ്പം എപ്പോഴും മേൽഭാഗത്തുള്ള ഒരു 2-3 ദിവസത്തെ ചാരം എപ്പോഴും ചൂടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഈ ചൂടുള്ള ചാരം ഒരു കാരണവശാലും നമ്മൾ കമ്പോസ്റ്റ് ആക്കാനോ അല്ലെങ്കിൽ ചെടികളെ ചുവട്ടിലോ ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു മിനിമം 2 ആഴ്ചയെങ്കിലും ഒരു തണുത്തതിൻ്റെ ശേഷമുള്ള ചാരമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചാരം എടുക്കുന്ന ടൈമിൽ ഇതേപോലെ കരിക്കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ അടക്കം തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ അതൊരു കാരണവശാലും നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇതിലുണ്ടെന്ന് വിചാരിച്ചിട്ട് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള ചാരം എടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെച്ചാൽ നമ്മളിപ്പോൾ പെയിന്റ് അടിച്ചിട്ടുള്ള വിറകോ അല്ലെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള പ്ലൈവുഡൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും കത്തിച്ചിട്ടുള്ള ചാരം എടുക്കരുത്. കാരണം അതിലൊക്കെ കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്താൽ അത് ദോഷമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ചാരം കമ്പോസ്റ്റ് ചെയ്യണ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതെങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മളൊരു ചാക്ക് എടുത്തിട്ട് ആ ചാക്കിൽ ഒരു ലെയറിൽ നമ്മൾ ആദ്യം മണ്ണിട്ട് കൊടുക്കുക, അയച്ചാൽ മേൽമണ്ണിട്ട് കൊടുക്കുക, പിന്നെ അടുത്ത ലെയറിൽ ചാരിട്ട് കൊടുക്കുക, വീണ്ടും മേൽമണ്ണ്. ആ രൂപത്തിൽ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് കെട്ടി വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്നത് ആ രീതിയിലല്ല, വേറൊരു രീതിയിൽ നമുക്ക് ചാരം കമ്പോസ്റ്റ് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതി വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചാരം എടുക്കുക, ചാരം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ചാക്കോ വിരിച്ചിട്ട് അതിലേക്ക് ചാരം എടുക്കാം. അപ്പോൾ ചാരം എടുത്തിട്ട് ചാരം ഒന്ന് പരത്തിയിടാം. പരത്തിയിട്ട് അതിലെന്തെങ്കിലും ചണ്ടിയോ പേപ്പറോ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കരിക്കട്ടോ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നോക്കും. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ടതിന് ശേഷം
നമ്മൾ എത്രയാണോ നമ്മൾ ചാരം എടുത്തത് അതിൻ്റെ 4/1 നമ്മൾ മേൽമണ്ണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ചാരം കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി മണ്ണ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മേൽമണ്ണാണ് കേട്ടോ എടുക്കേണ്ടത്, അടിമണ്ണല്ല നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ചട്ടി ഉദാഹരണമാണ് പറഞ്ഞത്, ഒരു ചട്ടി ചാരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 4/1 ആ ചട്ടി മാത്രം നമ്മൾ മേൽമണ്ണ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ മേൽമണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മേൽമണ്ണ് നമുക്ക് ചാരായിട്ട് നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞു തന്നില്ല, ലെയറായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ മണ്ണും ചാരും തമ്മിൽ മിക്സ് ആവും. അപ്പോൾ അങ്ങനെ മിക്സ് ആവുന്ന ടൈമിൽ എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മണ്ണിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചെറുങ്ങനെ നനച്ച് കൊടുക്കണം കേട്ടോ. നനച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ടല്ല കേട്ടോ. നമ്മൾ ഈ പുട്ടുപൊടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിൽ വേണം നമുക്കിത് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആ ഒരു പാകത്തിലാണ് ആക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് നല്ല ഈർപ്പുള്ള ഒരു പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂടിയുള്ള ഒരു ബക്കറ്റോ അങ്ങനത്തെ രൂപം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാക്കിലേക്ക് ഇത് ആക്കി വെക്കാം, ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് നിറച്ച് വെക്കാം. അപ്പോൾ നമ്മളിത് ചാക്കിലാക്കിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇത് കെട്ടി വെച്ചിട്ട് ഓവർ വെയിലടിക്കാത്ത ചില തണലുള്ള സ്ഥലത്ത് വെക്കുക, അതേപോലെ മഴ കൊള്ളാത്ത സ്ഥലത്തും വെക്കാം. അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് റെഡി ആക്കേണ്ടത്. 2 മാസം വരെ നമ്മൾ ടൈം എടുക്കും ഇതൊന്ന് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് കേട്ടോ. കാരണം മഴക്കാലത്ത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയി വരും. എന്താ വെച്ചാൽ നമ്മൾ ഈ ചാക്കിൽ കെട്ടി വെച്ചാൽ അതിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കും. അതേ സ്ഥാനത്ത് നമ്മൾ വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ കെട്ടയച്ചിട്ട് അതിലേക്ക് ചിലപ്പോൾ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഈർപ്പം നമ്മൾ കൊടുക്കേണ്ടി വരും, എന്നാൽ മാത്രമല്ല ഇത് കമ്പോസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ചാരം വീട്ടിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാക്കാവുന്ന ടൈമിൽ മഴക്കാലത്തൊക്കെ റെഡിയാക്കി വെക്കണമല്ലേ. അതുപോലെ നമ്മൾ തണുപ്പ് കാലത്തും നമുക്ക് ഉണ്ടാക്കി വെക്കാം, ഈ ഒരു ടൈമിൽ ഉണ്ടാക്കി വെക്കാം. കാരണം ഈ സമയത്ത് ഇപ്പോൾ തണുപ്പ് കാലത്തും കൂടുതലായിട്ട് വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ആഴ്ച 4 ആഴ്ച ഒക്കെ കൂടുന്ന ടൈമിൽ മാത്രം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഈർപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 മാസം കഴിഞ്ഞാൽ നമുക്കത് കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഇത് കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പോസ്റ്റ് ആയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാരത്തിൻ്റെ കളർ കണ്ടിട്ടില്ലേ, ഇത് അതേപോലെ ആയിരിക്കില്ല. ഇതേപോലെ ഡാർക്ക് കളറിലായിട്ട് ഒരു ബ്രൗണിഷ് ഡാർക്ക് കളറിലായിട്ട് പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃഷിക്കായി നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക, യാതൊരു വിധ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചാക്കിലാക്കിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കാം, നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. അത് കെട്ടിയിട്ട് നമ്മൾ തല കുത്തനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ചാരം കമ്പോസ്റ്റ് നമ്മൾ മറ്റു കമ്പോസ്റ്റ് വളങ്ങൾ ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ചാക്കിലാക്കുക, ഇതന്നെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിലൊക്കെ വിറക് കത്തിച്ച് ചാരമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്